ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദയെ അപമാനിച്ച് എല്ലാവരുടെയും മുന്നിലൊന്ന് സ്റ്റാർ ആകാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വലിയ ഡയലോഗുകളൊക്കെ ഇറക്കി നിന്ന ആളാണ് പിങ്കി. പക്ഷേ 4 ചോദ്യം നന്ദ തിരിച്ച് ചോദിച്ചപ്പോഴേക്കും ഭയങ്കര ഇൻസൾട്ടായി, ഭയങ്കര വിഷമമായി, ഭയങ്കര ദേഷ്യമായി. അങ്ങനെ പിങ്കി എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് നിൽക്കുക. എന്തായാലും മരുമകളുടെ പ്രകടനം കണ്ട് സന്തോഷവതിയായിട്ട് നമ്മുടെ ലക്ഷ്മി തൊട്ടരിക്കലും നിൽപ്പുണ്ട്. അവസാനം നമ്മുടെ നന്ദ സംസാരിച്ചതിന് ശേഷം ഗൗതത്തെയും കൂടി അങ്ങ് കൂട്ടുപിടിച്ചു. പിങ്കിയുടെ യഥാർത്ഥ സ്വഭാവം എല്ലാവരുടെയും മുന്നിൽ ചൂണ്ടിക്കാണിച്ചിട്ട്, ഇല്ലെങ്കിൽ പറയട്ടെ പിങ്കി ഇങ്ങനെയല്ല ചെയ്യുന്നത് എന്ന് ഗൗതം സാർ പറയട്ടെ എന്ന് നന്ദ പറഞ്ഞതോടുകൂടി ഇതേ കിടക്കുന്നു ചട്ടിയും കലവും താഴെ. കാരണം പിങ്കിക്ക് പിന്നെ മറുപടിയൊന്നുമില്ല. നമ്മുടെ ഗൗതവും പെട്ടു. സ്വന്തം ഭാര്യയ്ക്കൊപ്പം അല്ലാതെ അനിയൻ്റെ ഭാര്യയ്ക്കൊപ്പം എല്ലാവരുടെയും മുന്നിൽ നിൽക്കാനായിട്ട് സാധിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൗതം പിങ്കി ഇനി അർജുൻ മടങ്ങി വരുന്നതിനെക്കുറിച്ചുള്ള ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം എന്ന് നമ്മുടെ ഗൗതം പറഞ്ഞു. അപ്പോൾ പിങ്കി ഇതിൽ തെറ്റുകാരിയാണെന്നും നന്ദ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്നും പറയാതെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അറിയിച്ചു കൊടുക്കുക ചെയ്തത് ആര്? നമ്മുടെ ഗൗതം. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മിക്ക് തൃപ്തിയായി, ഒത്തിരി സന്തോഷമായി. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഒക്കെ നല്ല തകൃതിയായിട്ട് അവിടെ അങ്ങ് അരങ്ങേറിയെന്ന് തന്നെ പറയാം. എന്തായാലും നന്ദയ്ക്കൊപ്പം നിന്ന് ഗൗതത്തിനോട് കൂടുതൽ ആരാധനയും സ്നേഹവും ഒക്കെ നമ്മുടെ നന്ദയ്ക്ക് ഉണ്ടാവുക. കാരണം മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തന്നെ നാണം കെടുത്തിയില്ല, ആ ഒരു ഇതുകൊണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പം നമ്മുടെ ലക്ഷ്മി ചോദിച്ചു, ഇപ്പം മനസ്സിലായില്ലേ നന്ദമോള് പറഞ്ഞതിൽ കാര്യമുണ്ടെന്നുള്ളത്? എല്ലാവർക്കും മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം വേണം ഒരാളെ കുറ്റപ്പെടുത്താനും അയാളുടെ മേലെ കുതിര കയറാനും. അല്ലാതെ തൊടുന്നതിനും പിടിക്കുന്നതിനുമെല്ലാം നന്ദമോളുടെ മേൽ നിങ്ങൾ കുറ്റം ചാരരുത്. അവളെ നിങ്ങൾക്കാർക്കും ഇഷ്ടമല്ലെന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. ആ ഇഷ്ടക്കേട് വെച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങളാരും ഇവളെ ക്രൂശിക്കരുതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അത് ഞാൻ അനുവദിച്ച് തരില്ല എന്ന് തന്നെ നമ്മുടെ ലക്ഷ്മിയും പറയാം. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും മിണ്ടാത്ത പിങ്കി അകത്തേക്ക് കയറിപ്പോയി. പിങ്കി കയറി പോയപ്പോഴേക്കും മോളെ പിങ്കി പോവില്ല, മോളെ പിങ്കി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന അരുന്ധതിയൊക്കെ വലിയ വിളിയൊക്കെ നടത്തി. മൈൻഡ് ചെയ്യാതെ പിങ്കി അകത്തേക്ക് കയറിപ്പോയി. പിങ്കി അകത്ത് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തിൻ്റെ കേടായിരുന്നു എല്ലാവർക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ അരുന്ധതി അരുന്ധതി എന്നിട്ട് പിങ്കിയുടെ സൈഡ് പിടിച്ച് സംസാരിക്കാം. അപ്പോഴേക്കും നമ്മുടെ നന്ദ ചോദിച്ചു, എന്താ വല്യമ്മേ, പിങ്കിക്ക് മാത്രമേ ഇവിടെ ന്യായമുള്ളൂ, മറ്റാർക്കും എന്താ ഇവിടെ ന്യായം ഇല്ലേന്ന് ചോദിച്ചു. ആര് തെറ്റ് ചെയ്താലും തെറ്റാണെന്ന് പറയുന്നിടത്താണ് ഒരു കാരണവർത്തിയുടെ എല്ലാ ഇതും ഉള്ളത്. അല്ലാതെ തെറ്റിന് മാത്രം കൊട പിടിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ തെറ്റ് ചെയ്തവരെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും ഒരു കുടുംബത്തിൻ്റെ ഭരണാധികാരിയായിട്ടിരിക്കാനുള്ള അർഹതയുള്ളവരല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ അങ്ങ് കൊടുത്തില്ലേ ശരിക്കും. അപ്പോഴേക്കും ഇവർ നന്ദയെ കുറ്റപ്പെടുത്തുന്നുള്ള രീതിയിൽ സംസാരിച്ചു, പ്രത്യേകിച്ചും മഹി. അപ്പം മഹിയേട്ടാ മോള് പറഞ്ഞില്ല എന്താ തെറ്റെന്ന് ലക്ഷ്മി അന്നേരം ചോദിച്ചു. നമ്മുടെ ഗൗതവും അന്നേരം നന്ദയ്ക്ക് സൈഡിൽ നിന്ന് സംസാരിച്ചു. ഈ ഒരു കാര്യം പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മിനിറ്റുകൾക്കകം തന്നെ പെട്ടിയും കിടക്കയായിട്ട് ദേ ഇറങ്ങി വരുന്നു പിങ്കി. അപ്പോൾ പെട്ടിയെടുത്ത് ഇറങ്ങി വരുന്ന പിങ്കി ഇങ്ങനെ ഇവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് വരുന്നത്. ഇറങ്ങി വന്ന എല്ലാവരുടെയും മുന്നിൽ പെട്ടിയും പിടിച്ചിങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും അരുന്ധതിക്കും മഹിക്കും മോഹിനിക്കും ഒക്കെ ആകെ വിഷമം. അയ്യോ ഇതെന്താ മോളെ എങ്ങോട്ടേ ഈ പെട്ടിയൊക്കെ ഇട്ട് മോൾ ഇതെന്താ ഈ കാണിക്കുന്നേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഒക്കെ. അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുകയെന്ന് പറഞ്ഞു. വീട്ടിലേക്ക് പോവേ? എന്തിന്? ഇപ്പം ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായത്? ഇതൊന്നും ഒരു പ്രശ്നമല്ലേ എന്ന് അന്നേരത്തേക്കും പിങ്കി ചോദിക്കാം. ഗൗതം തട്ടിക്കൊണ്ട് വന്ന ഒരു പീറ പെണ്ണിൻ്റെ ആട്ടും തുപ്പും കൊണ്ട് കിടക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ആരെ കാത്തു നിൽക്കണം? എന്ത് പ്രതീക്ഷിച്ച് നിൽക്കണം? ആരെ പ്രതീക്ഷിച്ച് നിൽക്കണമെന്നൊക്കെ ഗൗതത്തെ നോക്കി ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ഗൗതം ഇങ്ങനെ ഒന്നും മിണ്ടാതെ അപ്പുറം മാറി നിൽക്കുക. മോളെ ഇതിനൊക്കെ പരിഹാരമുള്ള കാര്യങ്ങളാണ്. അർജുൻ തിരിച്ചു വരുമ്പോൾ നീ ഇവിടെ ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഈ അരുന്ധതി പറയുമ്പോൾ അർജുൻ മടങ്ങി വരുമെന്ന് എന്താണ് ഇത്ര ഉറപ്പ് എന്ന് പിങ്കി ചോദിച്ചു. അത് കേട്ടപ്പോഴേക്കും ഇവരെല്ലാവരും ഞെട്ടിപ്പോയിട്ട് അത്രത്തോളം പോലും താലി കെട്ടിയ പുരുഷനോട് ഒരു ബഹുമാനമോ സ്നേഹമോ ഇല്ല എന്നുള്ളത് ഇവർക്കറിയാം. എന്നിട്ടും പിങ്കിയെ പിടിച്ചു നിർത്താനാണ് ഈ മഹിയും അതുപോലെ അരുന്ധതിയും മോഹിനിയും ഒക്കെ ശ്രമിക്കുന്നത്. മോള് പോകരുത്, മോളെ നീ ഈ വീട്ടിൽ ഉണ്ടാവണം, വേണമെങ്കിൽ നന്ദയെ കൊണ്ട് മോളോട് മാപ്പ് പറയിക്കാം, എന്തൊക്കെയാണെന്നറിയാവോ, അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഈ പിങ്കിയെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുമ്പം നിങ്ങൾക്കൊന്നും നാണമില്ലേന്ന് ചോദിച്ചു ലക്ഷ്മി. അപ്പോൾ ഈ പിങ്കി പോവുകയാണെന്ന് കേട്ടപ്പം ലക്ഷ്മിക്ക് കുറച്ച് ആശ്വാസമായി കേട്ടോ. അത്രത്തോളം പേടി കുറഞ്ഞ ആ കുടുംബത്തിൽ ജീവിക്കാമല്ലോ, അതുകൊണ്ട്. അപ്പോൾ നന്ദ എന്തിൻ്റെ പേരിലാണ് പിങ്കിയോട് മാപ്പ് പറയേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്യാത്ത തെറ്റിനൊന്നും ആരോടും ഇവിടെ മാപ്പ് പറയില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി അന്നേരം പറഞ്ഞു. എന്തായാലും നന്ദയ്ക്കും ഇനി കുറച്ച് നാൾ സമാധാനമായിട്ട് അവിടെ ജീവിക്കാം, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും.
അങ്ങനെ എല്ലാവരോടും താൻ പോവുകയാണെന്നും തനിക്ക് വരേണ്ട സമയമാകുമ്പോൾ താൻ ഇങ്ങോട്ട് വന്നോളാമെന്നൊക്കെയുള്ള ആ ഒരു രീതിയിലൊക്കെ സംസാരിച്ചിട്ട് ഈ പിങ്കി ആരും പറയുന്നത് കേൾക്കുന്നില്ല, ഇറങ്ങി പോകാൻ നോക്കുക, ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല എന്ന് തന്നെ പറഞ്ഞിട്ടാണ് പിങ്കി പോകുന്നത്. പിങ്കി പോകാൻ തുടങ്ങിയപ്പോഴേക്കും ഗൗതം പറഞ്ഞു, പിങ്കി എന്ന് പറഞ്ഞ് പിന്നാലെ ചെല്ലുക. ഗൗതത്തിന് എന്തിൻ്റെ കേടാ, പിന്നാലെ ചെല്ലുക, നിൽക്കാൻ പറഞ്ഞു. എവിടെ നിൽക്കാൻ, ആരും നിൽക്കാൻ? ഗൗതം എന്നെ തടയണ്ട, ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകും, എനിക്കിവിടെ നിൽക്കേണ്ടതായ ഒരു കാര്യവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി നിഷ്കരണം നമ്മുടെ ഗൗതത്തെ പോലും തള്ളിക്കളഞ്ഞിട്ട് പോയി. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ സമാധാനമായില്ലേ, എല്ലാവർക്കും ഇവിടെ സമാധാനമായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അരുന്ധതി അവിടെ കിടന്ന് എന്തോ വലിയ സംഭവിച്ചതുപോലെ വലിയ അലറി വിളിക്കുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരാരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ലക്ഷ്മിയുടെ നേർക്ക് മെക്കിട്ട് കയറുവാണ് മഹി. പിങ്കി പോയതിന് മഹിയേട്ടൻ എന്തിന് എന്നോട് മെക്കിട്ട് കയറുന്നതെന്ന് ലക്ഷ്മി അന്നേരം ചോദിച്ചു. പിങ്കിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കും പിങ്കി പോയത്. അതിൻ്റെ പേരിൽ ഇവിടെ എന്നോടോ എൻ്റെ മരുമകളോടോ അല്ലെങ്കിൽ എൻ്റെ മോനോടോ ആരും ചോദിച്ച് ചെയ്യാൻ വരണ്ടെന്ന് പറഞ്ഞ് ലക്ഷ്മി അങ്ങ് പോയി. അങ്ങനെ ഇവരെല്ലാവരും കൂടെ നിരാശയുടെ കട്ടപ്പുറത്ത് കയറി അങ്ങനെ ഇരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഗൗതത്തിനും ആകെ ഒരു ചെറിയൊരു വിഷമം അല്ലെങ്കിൽ ഒരു ടെൻഷൻ എന്തൊക്കെയോ ഒരു ഇതുണ്ട്. കാരണം പിങ്കി പോയത് താൻ കാരണമാണോ എന്നൊക്കെയുള്ളൊരിത്. അങ്ങനെ ആ ഒരു ഇതിൽ ഗൗതം ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദയ്ക്ക് ഒത്തിരി സന്തോഷമായി. നന്ദ ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുക. കുറച്ച് ദിവസമെങ്കിലും സമാധാനമായിട്ട് കിടന്നുറങ്ങാവല്ലോ എന്ന് നന്ദ അന്നേരം പറഞ്ഞു. അങ്ങനെ ആ ഒരു സംഭവങ്ങൾ അവിടെ നടക്കുന്നു. ഇതേ സമയത്ത് ഈ മോഹിനിയും അരുന്ധതിയും കൂടെ പിങ്കി പോയതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ അരുന്ധതിയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ശരിക്കും പുറത്തു വരുന്നത്. വേറൊന്നുമല്ല, ഈ പിങ്കിക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ സ്വത്തുണ്ട്. ആ അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റ മോളാണ് പിങ്കി. അപ്പോൾ പിങ്കി ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ കോടിക്കണക്കിനുള്ള സ്വത്തുക്കളെല്ലാം ഈ കുടുംബത്തിലേക്ക് വന്നു ചേരേണ്ടതാണെന്നുള്ള കാര്യം അരുന്ധതി മോഹിനിയോട് പറയാം. പിങ്കി എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്നും, അതുകൊണ്ട് എന്ത് വില കൊടുത്തും പിങ്കിയെ തിരിച്ചു കൊണ്ടുവരണമെന്നും, പിങ്കി എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെയൊക്കെ ഈ വീട്ടിലങ്ങ് നടന്നോട്ടെ, നമുക്കെന്താ പാട്, അതായത് അനിയൻ്റെ ഭാര്യ ചേട്ടനെ കയറി പ്രേമിച്ചോട്ടെ എന്നാണ് ഈ മോഹിനിയും അരുന്ധതിയും കൂടെ പറയുന്നതും അവർ ലക്ഷ്യം വെക്കുന്നതും. കാരണം പിങ്കിയുടെ കോടിക്കണക്കിനുള്ള സ്വത്തിങ്ങ് പോരുമല്ലോ, ഇവരുടെ ജീവിതം എന്തായാലും അവർക്ക് പ്രശ്നമൊന്നുമല്ല. അപ്പോൾ പിങ്കി എന്ത് വില കൊടുത്തിട്ടും ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു കാര്യം ഇവർ രണ്ടുപേരും കൂടെ നിന്നിങ്ങനെ സംസാരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ മോഹിനിക്കും ഒത്തിരി സന്തോഷമായി. ഈ സ്വത്തുക്കളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടതല്ലേ, കിട്ടുന്ന സ്വത്തുക്കളൊക്കെ നമ്മൾ അടിച്ചു മാറ്റും, നമുക്ക് അനുഭവിക്കാനുള്ളതല്ലേ എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചുമ്മാ ചക്കാത്തിന് കുറച്ച് സ്വത്തുക്കൾ ഇങ്ങ് കിട്ടുമല്ലോ, അപ്പോൾ പിന്നെ അത് നല്ല കാര്യമല്ലേ. അപ്പോൾ ദേ പുള്ളിക്കാരിയും ആ ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി പിങ്കിയുടെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാം എന്നുള്ള രീതിയിൽ പിങ്കിയെ ഗൗതത്തിന് കൊടുക്കാം, നന്ദയെ ഇവിടെ നിന്ന് അടിച്ചിറക്കാം, അർജുനിന് തിരിച്ചു വരാനൊന്നും പോകുന്നില്ല എന്നുള്ള മൈൻഡ്, ആ ഒരു ചിന്താഗതിയിലൂടെ ഇവർ ചിന്തിക്കുക. ഇതും പറഞ്ഞ് അരുന്ധതി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മോഹിനിക്ക് എന്താ സന്തോഷം, കൊള്ളാം, അടിപൊളി എന്നുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ ആശാത്തി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എന്തായാലും ആ ഒരു സംഭവവും കാര്യങ്ങളും അവിടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ പിങ്കി പെട്ടിയും കിടക്കയൊക്കെ ആയിട്ട് നേരെ വീട്ടിൽ ചെന്ന് കയറുന്നത്. വീട്ടിൽ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചപ്പോഴത്തേക്കും അമ്മ വന്ന് വാതിൽ തുറന്നു. പെട്ടിയായിട്ട് നിൽക്കുന്ന മകളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആ അമ്മ ഞെട്ടിപ്പോയി. ഇതെന്താ പിങ്കി, നീ എന്താ ഇങ്ങോട്ട് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണമെന്ന് ചോദിച്ചു. ഇനി ഞാൻ ആ വീട്ടിൽ ഒരു നിമിഷം നിൽക്കില്ല എന്ന് പറഞ്ഞു. നിൽക്കില്ലെന്നോ, നിനക്ക് എന്താ പറ്റിയതെന്ന് ഇങ്ങനെ ചോദിച്ചു. അന്നേരം അമ്മ പെട്ടെന്ന് തന്നെ അച്ഛനും വന്നു. അച്ഛൻ വന്നിട്ട് മോളെ നീ എന്താ ഇങ്ങ് പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ എന്തിനു വേണ്ടി അവിടെ നിൽക്കണമെന്ന് പിങ്കി അന്നേരം അച്ഛനോട് ചോദിക്കുക. മോളെ നിൻ്റെ ഭർത്താവിൻ്റെ വീടല്ലേ അത്, നീ എന്തിനാ ഇങ്ങോട്ട് പിന്നെ ഇങ്ങനെ വന്നതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഭർത്താവിൻ്റെ വീടോ, എനിക്കവിടെ യാതൊരു സ്ഥാനവുമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും നിർബന്ധപ്രകാരം വിവാഹത്തിന് ഞാൻ സമ്മതിച്ചു. എന്നെ താലി കെട്ടിയവൻ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ അയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല എനിക്ക്. അതുമാത്രമല്ല, ഞാൻ ആഗ്രഹിച്ച പുരുഷൻ മറ്റൊരാൾക്ക് അവകാശിയായും സ്വന്തമായും കഴിഞ്ഞു. പിന്നെ എന്ത് അവകാശത്തിൻ്റെ പുറത്ത് ഞാൻ ആ വീട്ടിൽ നിൽക്കണം? എനിക്ക് അങ്ങനെ കടിച്ചു തൂങ്ങേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ അങ്ങനെ നിൽക്കുകയില്ലെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അച്ഛനോടും അമ്മയോടും പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും വരെ ഞെട്ടിപ്പോയി. ഇവളെന്താ ഇങ്ങനെ ആയിപ്പോയത് എന്താ എന്നുള്ളൊരിതിൽ ഇങ്ങനെ ചിന്തിക്കാം. മോളെ നിനക്ക് എന്താ പറ്റിയതെന്നും ചോദിച്ച് അമ്മയും അച്ഛനും ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്താ പറ്റിയതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ഇനി അങ്ങോട്ട് പോകാൻ നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്, ഞാൻ പോകില്ല, ഞാൻ അവിടെ താമസിക്കുകയില്ലെന്നും പറഞ്ഞുകൊണ്ട് എല്ലാം കൊണ്ടും സ്വന്തം റൂമിലേക്ക് പോവുക. അച്ഛനും അമ്മയും ഒന്നും മിണ്ടാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുന്നു. അന്ന് ചെയ്തു പോയ തെറ്റിൻ്റെ പുറത്ത് ഇന്നും അനുഭവിക്കേണ്ടി വരികയാണോ എന്നുള്ളൊരു ചിന്താഗതിയുമായിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. എന്തായാലും പിങ്കി രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. എന്ത് സംഭവിച്ചാലും ഇനി അങ്ങോട്ട് പോകില്ലെന്നും പറഞ്ഞ് പിങ്കി. പക്ഷേ ഈ സ്വത്തുക്കളെല്ലാം ലക്ഷ്യം വെച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് വില കൊടുത്തിട്ടും പിങ്കി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമെന്നുള്ള ഇതുമായിട്ട് നമ്മുടെ അരുന്ധതിയും മോഹിനിയും ഒക്കെ. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു ക്ലാഷ് ആയിരിക്കാം ഇനി ഒരു പക്ഷേ അങ്ങോട്ട്. എന്തായാലും ഈ പിങ്കി പോയതിൻ്റെ ദേഷ്യവും കലിപ്പും മുഴുവൻ പാവം
നമ്മുടെ നന്ദയുടെ നേരെ തീർക്കാനുള്ള സാഹചര്യങ്ങളും ഒക്കെ ആ കുടുംബത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു എന്താ പറയുന്നത് കൂട്ടിക്കുഴച്ചുള്ളൊരു കഥയും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ വിശേഷം വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൻ്റെ കാര്യം മറന്നു പോകരുത്. ബെൽബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് എളുപ്പം എത്തുകയും അതുപോലെ നോട്ടിഫിക്കേഷനായി വന്ന് നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ ആദ്യം കാണാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വീഡിയോസിന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.